എവിടെ ചെന്നന്വേഷിക്കാനാ അവളെ? രാത്രി മുഴുവനും വണ്ടി ഓടിച്ച് ഡീസൽ കളഞ്ഞതും ടയർ തേഞ്ഞതും മിച്ചം. അവളെ ഞാൻ കണ്ടു കിട്ടിയിരുന്നെങ്കിൽ ഡീസൽ കാശ് അവളുടെ ഞാൻ വാങ്ങിച്ചു തന്നല്ലോ. വളിച്ച് തമാശ പറയല്ലേ? അയ്യടാ, ഈ മോന്താണ്ട പിന്നെ തമാശയിലാണ്ട് വേറെന്താ തോന്നുക? നീ ഇങ്ങോട്ട് ഇറങ്ങിയടാ. പ്രയാസം. ഓരോ കുന്തത്തിനും പിടിച്ചിട്ട് വരും. വരുമ്പോ വീട് എവിടെ നിന്ന് അന്വേഷിച്ച് വെക്കണ്ടാ. ആ ടാഗോർ കലാസമയത്ത് നാടക റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് അവിടെ തള്ള ചത്തുന്നു നുണയും പറഞ്ഞിട്ട് അവിടെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോന്നേ. ആ സമയത്ത് വീട് അന്വേഷിക്കാൻ അവിടെ നിന്ന് നേരം എന്നെ നോക്കി പേടിപ്പിക്കുക. എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നീ ചെയ്യണ്ടാ. എന്താ നിന്റെ വർത്താനം കേട്ടത് നീ ഇരിഞ്ഞാലക്കൂടെ നീലാൻ എന്റെ പാട്ടിന് കൂടെ ഞാൻ കൃഷ്ണേട്ടൻ വിളിച്ചിട്ടാ പറഞ്ഞേ. അന്നാ നീ അങ്ങോട്ട് പോയിട്ട് നീ കണ്ടോ അവളെ? കണ്ടില്ല. എന്റെ പൊന്ന് കൃഷ്ണേട്ട, ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടച്ചല്ല ഞാൻ ഒരു കട്ടൻ ചായ മേടിച്ചതല്ല ഈ മനുഷ്യൻ. പിന്നെ നടിനന്വേഷിച്ച് പോകുമ്പോ നിനക്ക് കട്ടൻ ചായ അല്ല കോഴി ബിരിയാണി മേടിച്ചുതരാം. അതെ, ഞാൻ ഒന്ന് ഉറങ്ങാൻ പോവാ. അപ്പൊ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാതെ സുഖമായിട്ട് ഉറങ്ങാൻ പോവാ നീ? ഞങ്ങൾ ആരും തന്നെ ഉറങ്ങിയിട്ടില്ല. ഔ, ബാലു അവിടെ കിടക്കുന്ന കിടപ്പ് കാണണം. തട്ടുമെന്ന് വീണ പല്ലേ പോലെ. ഇപ്പൊ കുറ്റം എല്ലാരും കൂടെ എന്റെ തലയിലോട്ട് വെച്ച് കിട്ടുക. ആ നാടകം ആകാശവാണിയും തമ്മിൽ ഇങ്ങനെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ടെന്നുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അയ്യേ അല്ല, നീ പെങ്ങളെ പോയി സമാധാനിപ്പിക്കും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സ്ഥിതിക്ക് ഞാൻ ഇനി എങ്ങനെ പെങ്ങളുടെ മൂത്ത് പോകും കൃഷ്ണേട്ടാ? പെങ്ങളെ, ഇന്നലെ രാത്രി മുഴുവൻ അവൾ അന്വേഷിച്ചിട്ട് കണ്ടില്ല. അവളിന്നലെ അവളുടെ വീട്ടിൽ ചെന്നിട്ടില്ല. നീയും നിന്റെ കൂട്ടരും കൂടി എന്റെ മോന്റെ ജീവിതം നാടകം പോലെ ആക്കിയില്ലേ? ഇതൊക്കെ മനഃപൂർവ്വം അല്ലല്ലോ പെങ്ങളെ. ഈ കാര്യത്തിൽ പെങ്ങളെക്കാളും വേദന എനിക്കുണ്ട്. എന്റെ സംശയം, അല്ല, നമ്മുടെ സ്വത്തും പണവും മോഹിച്ചിട്ട് ആരെങ്കിലും ആ നാടകക്കാരി പെണ്ണിനെ കെട്ടിച്ചമച്ചു വിട്ടതാണെങ്കിലോ? ഇന്നത്തെ കാലതാണല്ലോ. എത്ര കെട്ടിച്ചമച്ചു വിട്ടാലും ഒരു പെണ്ണ് വന്ന് ഇത്രയും ഭൂകമ്പം ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും ഇല്ലാതിരിക്കുമോ? നീല, ആദ്യമൊക്കെ നാടകവും റിഹേഴ്സലെന്നും പറഞ്ഞ നീയല്ലേ ബാലുവിനെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോഴെങ്ങാനും വല്ല പെങ്ങളെന്തായി പറയാ? ഞാൻ തന്നെ ആദ്യമായിട്ട് ആ പിശാചിനെ കാണുന്നത് തന്നെ. പിന്നെ എങ്ങനെ ബാലു ആ സുശീല പോയ പകരത്തിന് കൊണ്ടുവന്നല്ലേ അവളെ? പെങ്ങളൊന്ന് വിഷമിക്കാണ്ടിരിക്കും. അവളെ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. എന്താ കാര്യം അറിയണല്ലോ. എനിക്ക് എന്റെ ഇന്ദുമോളുടെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. അവളൊരു പാവമാണ്. ഒരു ട്രൂപ്പ് മാനേജർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാണ്, ഇന്ന് നാടകം നടക്കില്ല. ഭൂലോകം മുഴുവൻ തപ്പിയിട്ടാ ഞാൻ ആ കൂത്താട്ടുകുളത്തിനെ കൊണ്ടുവന്നത്. അവള് വന്നിട്ട് ബോംബിട്ടേച്ചും പോയി. ഇനി തപ്പുന്ന പരിപാടി ഞാൻ നിർത്തി. അപ്പൊ ഇന്ന് നാടകമില്ലേ? ഇന്നെന്നല്ല, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നാടകം നടക്കുന്ന കാര്യം പരുങ്ങല്ല. അല്ല, അത് ഞാൻ ഒഫീഷ്യലായിട്ട് പറയല്ല കേട്ടോ. ഒരു വർഷം 365 ദിവസം കളിയിലെ ട്രൂപ്പ് വിട്ടിട്ടാ ചേട്ടൻ വിളിച്ചപ്പോ ഞാൻ കൂടെ പോകുന്നത്. അതെ, എന്തായാലും ഞങ്ങളുടെ ഈ വർഷം പോയി കിട്ടിയല്ലോ ഏട്ടാ. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ കൊച്ചേ. ഇവിടെ നടന്ന മുഴുവൻ സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എന്തെല്ലാം വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടാ ചേട്ടൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? എടാ, നിന്നെ കത്തം കെട്ടാനല്ലേ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? അതെ. ഒരു കാര്യം ചെയ്യ്, നീ വർഷം എവിടെയെങ്കിലും പോ. ഈ വർഷം ഞാൻ എവിടെ പോയി കെട്ടും? നിനക്ക് കെട്ടുകയല്ലേ വേണ്ടു. നീ പോയൊരു പെണ്ണ് കെട്ടറാ. അപ്പൊ കെട്ടിയതിനെയോ? കെട്ടഴിച്ച് വിട്ടേര്. ഒറ്റ ചവിട്ടുന്നുണ്ട്. അതെ, 4 ടെലിഫിലിം, 1 ടെലിസ്കോപ്പ്, അല്ല സിനിമാസ്കോപ്പ്. ഈ മാസം വന്ന് എന്നെ വിളിച്ചതാ. നിങ്ങളെയൊക്കെ ഓർത്താ ഒരു ഹീറോ ആയ ഞാൻ പോകാതിരുന്നത്. എടാ, നീ നാടകത്തിലെ ഹീറോ അല്ലേ? അതെ. നീ സിനിമയിലോട്ട് പോയി സീറോ ആകുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു കോപ്പിലേക്ക് പോകണ്ട. ആർട്ടിസ്റ്റിനെ ഒരുമാതിരി നിങ്ങൾ ഇൻസൾട്ട് ചെയ്യരുത് കേട്ടോ. ശരി, ആർട്ടിസ്റ്റിനെ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യരുത്. അതിന് ആർട്ടിസ്റ്റ് ആണെങ്കിലല്ലേ. സ്കോപ്പിൽ പോകേണ്ട ആൾക്ക് സ്കോപ്പിലേക്ക് പോവാം. മറ്റുള്ളവർക്ക് എവിടെയാ സ്കോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോവാം. എല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ കാരണം കൊണ്ടാണ് ഈ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായത്. ഇവിടുത്തെ ഈ പ്രശ്നം തീർക്കാണ്ട് പുതിയൊരു നടിയെ തേടി പിടിച്ച് നാടകം തുടരാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ വിഷമം എനിക്കറിയാം. പക്ഷെ ഈ അവസ്ഥയിൽ നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം. തൽക്കാലം ഈ ട്രൂപ്പ് തിരിച്ചുവിട്ടിരിക്കുന്നു. ഞാൻ വെയിറ്റ് ചെയ്യണം. നീ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്താ നിലട്ടേക്ക് വന്നേ? എന്തുകൊണ്ടാ? ആ കൂത്താട്ടോട് ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ.
നിന്നെന്തിനാ പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഈ തറവാട് കുളം തോണ്ടാൻ വേണ്ടി മനഃപൂർവ്വം നീ ഇറങ്ങി തിരിച്ചിരിക്കുക. ഞാൻ എന്റെ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ വന്നതാ. ആഹാ, കൊള്ളാമല്ലോ. കുഞ്ഞിനെ ഏൽപ്പിക്കാൻ ഇതെന്താ അനാഥാലയം മറ്റുമാണോ? ആ കുഞ്ഞിന്റെ അച്ഛൻ വന്നല്ലോ. മോളെ, കുഞ്ഞിനെ അച്ഛന്റെ കയ്യിലേക്ക് കൊടുക്ക്. ഏതായി കുട്ടി? അത് മോനോട് ചോദിക്കും. എന്റെ കുഞ്ഞോ? ആ അനാവശ്യം പറയരുത്. ഞാൻ ഈ പെണ്ണിനെ അറിയ പോലും ഇല്ല. മാന്യന്മാരെ അവഹേളിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കാൻ നീ. മാന്യത, ഇയാളുടെ മാന്യതയുടെ കഥയൊക്കെ ഇവള് പറയും. എടീ, എന്താ നിന്റെ ഉദ്ദേശം? നീ ബാലുവിന്റെ സ്വത്തും പണം മോഹിച്ചാ ഈ കൊച്ചിനും പൊക്കി പിടിച്ചു വന്നിരിക്കുന്നത്? സ്വത്തും പണവും. സ്വത്തും പണത്തെക്കാൾ വലിയ സ്വത്ത് അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇതിനൊരു ന്യായമായ തീരുമാനം എടുത്തില്ലെങ്കിൽ നിന്നിന്ന് വെറുതെ വിടാൻ പോലില്ല. നാട്ടിക്കും ഞാൻ, നാട്ടിക്കും. നാടകത്തിന്റെ പേരും പറഞ്ഞ് കണ്ടിടത്തൊക്കെ കയറി ഇറങ്ങി നടന്നിട്ട് തന്തയാരെന്ന് അറിയാത്ത കുഞ്ഞിനെ കൊണ്ട് വന്നിരിക്കുകയാണല്ലേ? തന്തയില്ലാത്ത കുഞ്ഞ്, നിങ്ങൾ എന്നെ ഇത് പറയണം? എന്റെ മാനം നശിപ്പിച്ചിട്ട് രാത്രിക്ക് രാത്രി ഒളിച്ചോടിപ്പോയ നിങ്ങളുടെ മുന്നിൽ തെളിവായി തരാൻ ഈ കുഞ്ഞല്ലാതെ എന്റെ കയ്യിൽ മറ്റൊന്നുമില്ല. ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി നിങ്ങളുടെ കുഞ്ഞല്ലെന്ന് പറഞ്ഞാൽ ഈശ്വരൻ പോലും നിങ്ങളോട് പൊറുക്കില്ല. ഇന്നെന്നെ അറിയില്ല എന്ന് പറയേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾ താലി കെട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന പെണ്ണിന്റെ മുമ്പിൽ സമർത്ഥമായിട്ട് നിങ്ങൾ അഭിനയിക്കുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് സുഖവും സന്തോഷവും പങ്കിടാനല്ല ഞാൻ വന്നത്. ജീവിക്കാനുള്ള മോഹം എനിക്ക് എന്നേ നഷ്ടപ്പെട്ടു. അത് നിർത്ത. എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ? നീ അകത്ത് പോകാൻ ഇവളെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അങ്ങനെ അങ്ങോട്ട് പേടിപ്പിക്കല്ലേ. ഈ നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. ഇതിനൊരു സമാധാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയണല്ലോ. നോക്കിയേ, ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയേ, കണ്ടോ? കണ്ടില്ലേ? ഇത് ഇവിടുത്തെ ആകാശവാണിക്കാരന്റെ കുഞ്ഞല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളൊക്കെ മുമ്പിൽ വലിയ പൂളിച്ച് മാലിനാന്നും പറഞ്ഞു നടന്ന് 3-4 വർഷം മുമ്പ് ഒപ്പിച്ചതാണ് ഈ കുഞ്ഞിനെ. ഈ കുഞ്ഞിനും തള്ളനി ഏറ്റെടുപ്പിച്ചിട്ടില്ലാതെ ഈ ആലങ്കോട് വാസം കൊടുന്ന് പോവില്ല. കണ്ടിടത്തൊക്കെ ഓടി നടന്നൊരു ടേബിളിച്ചും കൊണ്ട് വന്നിരിക്കുന്നു കുഞ്ഞിന്റെ തെളിവെടുക്കാൻ. എങ്ങനെ കൊടുക്കും? നമുക്ക് പോവാം. മേലാൽ ഈ പരിസരത്ത് എങ്ങും കണ്ടുപോയി വിടാ വണ്ടി. മോളെ, നീ എങ്ങോട്ടാ പോകുന്നത്? എന്തോ ഞാൻ പറയുന്നു കേൾക്കോളെ. കാര്യം എന്തെന്നറിയാതെ ബുദ്ധിമോശം ഒന്നും കാണിക്കരുത് മോളെ. ഏതോ ഒരു അലവലാതി പെണ്ണ് വന്ന് എന്തൊക്കെയോ ഭ്രാന്ത് പറഞ്ഞെന്ന് കരുതി മോളെ എവിടേക്കായി ഇറങ്ങി പോണേ?
എന്തോ മോനെ, എന്താ ഉണ്ടായതെന്ന് എന്നോടെങ്കിലും നീ സത്യം പറ. ഒന്നുമില്ലാതൊരു പെണ്ണ് നിന്റേതാണെന്നും പറഞ്ഞ് ഒരു കുഞ്ഞിനെ കൂട്ടി ഇവിടെ കയറി വരുവോ? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ലമ്മേ. എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക? മകളെ, സത്യാവസ്ഥ എന്താന്ന് ഇപ്പോഴും ആർക്കും അറിയില്ലല്ലോ. ബാലുവിനോട് വെറുതെ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ട. നമ്മുടെ ബാലു അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഗുരുവായൂരപ്പ, എന്റെ മോൾ അവിടെ ചെന്ന് എന്തെങ്കിലും അവിവേകം കാണിക്കുമോന്നാ എനിക്ക് പേടി. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.